ഡെയിലി പ്രോബ്ലം 3163 സ്ട്രിങ് കംപ്രഷൻ 3 ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗിവൻ എ സ്ട്രിങ് വേർഡ് compress it using the following algorithm. Begin with empty string comp. When word is not empty, use the following operation. Remove maximum length prefix word made of single character C repeating at most 9 times. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ വിചാരിച്ച് സി മാത്രം നോക്കാൻ പാടുള്ളൂ, പക്ഷേ അതല്ല ഒരു ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടെ എളുപ്പമായി കാണാൻ പറ്റുന്നത് എന്താണെന്ന്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ ABCDE ആണെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ 1A 1B 1C 1D 1E എത്ര കൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ആ ലെറ്ററിൻ്റെ ആദ്യം വെച്ചിട്ട് ആ സ്ട്രിങ് ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ അവരങ്ങനെ എഴുതിയിരിക്കുന്നത് 1A 1B 1C 1D 1E. സെക്കൻഡ് എക്സാമ്പിൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇതിൽ 9 കൂടുതലായി കഴിഞ്ഞാൽ അത് കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് അവർ 9 വരെയാണ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. കാരണം 10 എന്ന് പറയുമ്പോൾ അവിടെ 2 ക്യാരക്ടർ വരുമല്ലോ. അപ്പോൾ അത് ഏത് ക്യാരക്ടറാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അവിടെ. അപ്പോൾ അതുകൊണ്ട് അവർ 9 വെച്ച് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് 9ൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 5A എന്ന് പറഞ്ഞ് നെക്സ്റ്റ് സെറ്റ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഇൻറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇവർ തന്ന എക്സാമ്പിൾ പോലത്തെ ഒരു വാല്യൂ തന്നെ എടുക്കാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ കുറേ A ഉണ്ട്, ലാസ്റ്റ് ഒരു B ഉണ്ട്. നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ആദ്യത്തെ A എടുക്കാം. A എടുക്കുമ്പോൾ നമുക്കിവിടെ കൗണ്ട് എന്തോരുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിവിടെ 1 ആയി. അങ്ങനെ ഓരോ A നമ്മളിങ്ങനെ എടുത്ത് പോകുമ്പോൾ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, 5, 6, 7, 8, 9 വരെ എത്തും. അപ്പോൾ ഈ 9 എത്തുമ്പോൾ ഇവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് വയ്ക്കാം നമുക്ക്. ആൻഡ് 9 എത്തിയെന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു അമൗണ്ടിനെ മാത്രം ഈ കൗണ്ട് എത്രയാണ് 9. അപ്പോൾ നമ്മുടെ ആൻസറിൽ 9 ആഡ് ചെയ്യുക. ആൻഡ് ഏത് ലെറ്ററാണ് നമ്മൾ ഇതുവരെ നോക്കിയത് എന്ന് നോക്കാം. അത് A ആയിരുന്നു. അപ്പോൾ നമ്മൾ ആൻസറിൽ 9A വന്നു. അപ്പോൾ ഇത്രയും സെക്ഷനിൽ നമുക്ക് 9A ആണ് ആൻസറായി കിട്ടിയത്. ഇനി ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. വീണ്ടും വരുന്നത് നമുക്കിവിടെ A ആണ്. അത് നമ്മൾ കൗണ്ട് 1 തൊട്ട് വീണ്ടും തുടങ്ങണം. നെക്സ്റ്റ് കൗണ്ട് 2 ആയി. ഇനി വരുമ്പോൾ B ആയി. ഇവിടെ B ആകുമ്പോൾ ലെറ്റർ മാറിയല്ലോ. അപ്പോൾ ലെറ്റർ മാറുമ്പോൾ നമ്മൾ ആ സെക്ഷൻ അവിടെ വീണ്ടും ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ 2 വരെ എടുത്താൽ മതി. ഈ സെക്ഷൻ വീണ്ടും നമ്പർ ഏതാ നോക്കുക ആദ്യം, അതാദ്യം എഴുതാം 2. ആൻഡ് ഏതാ ലെറ്റർ നോക്കുക, അവിടെ A എഴുതാം. പിന്നെ ലാസ്റ്റ് നമ്മളുടെ ലെറ്റർ മാറിയല്ലോ. മാറുമ്പോൾ നമ്മൾ കൗണ്ട് വീണ്ടും 1 തൊട്ട് തുടങ്ങണം. ആൻഡ് ഇതാണ് നമ്മളെ ലാസ്റ്റ് ലെറ്റർ. ഇവിടെ ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ അതും ഇങ്ങോട്ട് താഴോട്ട് എടുക്കുക. ആൻഡ് നമ്മളുടെ ആൻസർ ഇവിടെ എഴുതാം 1B. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് കോഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ആദ്യം നമ്മളുടെ പ്രീവിയസ് ക്യാരക്ടർ നോക്കിയത് ഏതാണെന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ ക്ലിയർ ചെയ്യാം. അതിനെ നമുക്ക് വേർഡിൻ്റെ ആദ്യത്തെ ക്യാരക്ടറായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുകയാണ്. നേരത്തെ കണ്ടത് ഫൈനൽ റിസൾട്ടിനൊരു വേരിയബിൾ. ആൻഡ് കൗണ്ട് നമ്മൾ 1 ആയി ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി നമ്മളുടെ മെയിൻ ലൂപ്പ് തുടങ്ങാം. ഫോർ ക്യാരക്ടർ ഇൻ വേർഡ് ഓഫ് 1 ആൻഡ് അബവ്, അതായത് ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് തുടങ്ങും, ഇവിടം തൊട്ട്. അപ്പോൾ ആദ്യത്തെ Aനെ നമ്മൾ ഓൾറെഡി കൗണ്ട് 1 ആയി കൊടുത്തു. ആൻഡ് സെക്കൻഡ് ഇൻഡെക്സ് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇഫ് കൗണ്ട് ലെസ് ദാൻ 9, അതായത് കൗണ്ട് 9ൽ താഴെയാണെങ്കിലാണ് നമ്മളുടെ മെയിൻ ലോജിക്ക് വരുന്നത്. ആൻഡ് പ്രീവിയസ് ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു ക്യാരക്ടർ, അതായത് നമ്മൾ ആദ്യം നോക്കിയ ക്യാരക്ടറും രണ്ടാമത് വരുന്ന ക്യാരക്ടറും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് പ്ലസ് ഈക്വൽസ് സ്ട്രിങ് ഓഫ് കൗണ്ട് പ്ലസ് പ്രീവിയസ് ക്യാരക്ടർ. അതായത് ഈ കേസ് ബേസിക്കലി Aന്ന് Bയിലോട്ട് നമ്മൾ മാറാമെന്ന് വയ്ക്കാം. ആൻഡ് നമ്മൾ കൗണ്ട് ലെസ് ദാൻ 9 ആണെങ്കിൽ പ്രീവിയസ് ക്യാരക്ടറും പുതിയ ക്യാരക്ടറും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ സെക്ഷൻ നിർത്തിയിട്ട് നമ്മൾ ഇതുവരെയുള്ള കൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രിങ് ആക്കി ആൻഡ് പ്രീവിയസ് ക്യാരക്ടർ എടുത്തിട്ട് രണ്ടും കൂടെ നമ്മൾ റിസൾട്ടിലോട്ട് അങ്ങ് അപ്പെൻഡ് ചെയ്യുന്നു.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സെക്ഷൻ അവിടെ തീർന്നു. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു 0. ആൻഡ് ഇവിടെ ഫൈനലി നമ്മൾ പുതിയൊരു ക്യാരക്ടറിനെ കണ്ടല്ലോ, അപ്പോൾ കൗണ്ട് നമ്മൾ 1 ആക്കി ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ലെസ് ദാൻ 9 ആയതുകൊണ്ട് ഇത് ഈക്വൽ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒരു കൗണ്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 2 കേസിനും ഈ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 ഇവിടെ വർക്ക് ആവും. ഇനി നമ്മളുടെ എൽസ് കണ്ടീഷൻ, ഇനി കൗണ്ട് ലെസ് ദാൻ 9 അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി 9 കടന്നു, അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 9A എത്തിയെന്ന് വയ്ക്കാം. 1 2 3 4 5 6 7 8 9 ഇത്രയും A എത്തിയെന്ന് വയ്ക്കാം. അപ്പോഴും ഇതേപോലെ നമ്മൾ ആ സെക്ഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു. സ്ട്രിങ് കൗണ്ട് ആൻഡ് പ്രീവിയസ് ക്യാരക്ടർ. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് കൗണ്ട് ഈക്വൽ ടു 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നു പ്രീവിയസ് ക്യാരക്ടർ ഈക്വൽസ് ക്യാരക്ടർ. അതിപ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രീവിയസ് ആയി ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് അവസാനം നമ്മൾ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ബട്ട് ഇതിൻ്റെ എൻഡിൽ വരുന്ന ആ സെക്ഷൻ ഈ ലൂപ്പിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്നും കൂടെ എഴുതുന്നു. സ്ട്രിങ് ഓഫ് കൗണ്ട് പ്ലസ് പ്രീവിയസ് ക്യാരക്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഈ ഒരു കേസിലാണെങ്കിൽ ആദ്യം കൗണ്ട് ലെസ് ദാൻ 9 ആയിരിക്കും. പ്രീവിയസ് ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു ക്യാരക്ടർ ആവില്ല. അപ്പോൾ ജസ്റ്റ് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 വരുള്ളൂ. ഇത് 9 വരെ പോവും, ഇവിടം വരെ പോവും. ആൻഡ് നെക്സ്റ്റ് വരുമ്പോൾ കൗണ്ട് ലെസ് ദാൻ 9 സക്സസ് ആവില്ല. അപ്പോൾ എൽസിൽ വരും. ആൻഡ് നമ്മളുടെ റിസൾട്ടിലോട്ട് 9A അപ്പൻഡ് ആവും. ആൻഡ് കൗണ്ട് ഈക്വൽ ടു 1 ആയി ഇനീഷ്യലൈസ് ആവും. എന്നിട്ട് പ്രീവിയസ് ക്യാരക്ടർ ഈക്വൽ ടു ക്യാരക്ടർ തന്നെ കൊടുക്കും നമ്മൾ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ബി ആണ്. ബി വരുമ്പോൾ അഗൈൻ നമ്മളുടെ കൗണ്ട് ലെസ് ദാൻ 9 ആണ്, പക്ഷേ പ്രീവിയസ് ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു ക്യാരക്ടറാണ്. അപ്പോൾ റിസൾട്ട് പ്ലസ് ഈക്വൽ ടു സ്ട്രിങ് വരുമ്പോൾ നമ്മളിവിടെ 1A ആഡ് ചെയ്യും. ആൻഡ് കൗണ്ട് ഈക്വൽ ടു 0. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സെറ്റിലോട്ട് പോകുമ്പോൾ കൗണ്ട് ഈക്വൽ ടു 1 വരും. ആൻഡ് നമ്മളുടെ ലൂപ്പ് ഇവിടെ തീരും. എന്നിട്ട് ലാസ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ കൗണ്ട് 1 ആയിരിക്കും, നമ്മളെ പ്രീവിയസ് ക്യാരക്ടർ B ആയിരിക്കും. അപ്പോൾ 1B. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്നത് 9A 1A 1B. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എല്ലാ കേസും പാസ്സായി. സബ്മിറ്റ് ചെയ്യാം. 90.7 ബീറ്റ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യാം. ഇത് ഓഫ് N ആയിരിക്കും വരാം. അപ്പോൾ ഇതൊരു മീഡിയം പ്രോബ്ലം ആയിരുന്നു. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next problem.